ഹായ്, വെൽക്കം ടു എ ന്യൂ വ്ലോഗ് ഓഫ് വിത്ത് മീ ലിമു. ഞങ്ങൾ ഇന്ന് എഡിൻബർഗ് കാസിൽ കാണാൻ വന്നേക്കാണ്. നല്ല തിരക്കാട്ടോ ഇവിടെ, ചുറ്റിനും ആൾക്കാരാണ്. നമുക്ക് കാസിലിൽ കയറണം. 12:30 നമുക്ക് കാസിൽ എൻട്രി ടിക്കറ്റ് കിട്ടിയേക്കുന്നത്. ടിക്കറ്റ്സ് നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് വരണം. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇവരുടെ അടുത്ത് നിന്ന് അതിന്റെ പ്രിന്റ് വാങ്ങിയിട്ട് വേണം അകത്തോട്ട് കയറാൻ. ഒരാൾക്ക് 19 പൗണ്ട് വെച്ചിട്ടാവും. ലിമുവിന് ടിക്കറ്റ് ഫ്രീ ആണ്. അണ്ടർ 7 ടിക്കറ്റ് ഇല്ല. കുറേ നടന്നു വേണം ഇവിടം വരെ കയറാൻ. കയറി ഇതിന്റെ മുകളിലെത്തുമ്പോഴേക്കും നമ്മൾ അത്യാവശ്യം ക്ഷീണിക്കും. പക്ഷെ അതിനുണ്ട് കാസിൽ കാണാൻ വേണ്ടിയിട്ട്. ഇത് ശരിക്കും ഒരു വോൾക്കാനോന്റെ മുകളിലാണെന്നൊക്കെയാണ് ഞാൻ നോക്കിയപ്പോ കണ്ടത്. അറിയില്ല, നമുക്ക് അകത്ത് കയറി എല്ലാം കാണാം. ഒത്തിരി ഉണ്ട് കാണാനായിട്ട്. ഏതാണ്ട് 600 വർഷം പഴക്കമുണ്ട് ഈ കാസിലിന്. ഇതൊരു സജീവമായ അഗ്നിപർവ്വതത്തിന്റെ അവശിഷ്ടങ്ങളാണെന്നൊക്കെയാണ് പറയണത്. ഈ മല 12-ാം നൂറ്റാണ്ടില് ഡേവിഡ് ഒന്നാമൻ രാജാവിന്റെ കാലത്താണ് ഈ കോട്ടയുടെ പണി തുടങ്ങിയത്. ഇങ്ങനെ ഇഷ്ടംപോലെ പീരങ്കികൾ അവിടെ വെച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ വ്യൂ പോയിന്റ്സ് ഉണ്ട് കേട്ടോ മുകളിൽ നിന്ന് താഴേക്ക്. നല്ല രസം അവിടെയൊക്കെ കാണാനായിട്ട്. പല സ്ഥലത്തു നിന്നും നമുക്കിത് കാണാം. എനിക്ക് തോന്നുന്നു എല്ലാ സൈഡിൽ നിന്നും ഇങ്ങനെ താഴേക്ക് നിറയെ വ്യൂ പോയിന്റ്സ് ഉണ്ട്. ഇത് കണ്ട, ഇതാണ് കാസിലിലെ 1 o'clock ഗൺ. 1 o'clock ഗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഉച്ചക്ക് 1 മണിയാകുമ്പോഴത്തേക്കും ആ ഗാർഡിൽ ഒരാൾ വന്ന് നിന്നിട്ട് ഈ പീരങ്കിയുടെ വെടിയുതിർക്കും. അത് കൃത്യം 1 മണിക്ക് എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാവും. ഇഷ്ടംപോലെ ആൾക്കാരത് കാണാനായിട്ട് ഇവിടെ ഞങ്ങളുടെ കൂടെ കൂടി നിൽക്കുന്നുണ്ട്. ഇപ്പം അതിൽ വെടി നിറച്ചിട്ട് അയാൾ പോണി. അയാൾ 1 മണി വരെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കും. നിറയെ ആൾക്കാരാട്ടോ ഈ സമയത്ത് ഈ കാസിൽ കാണാൻ വന്നിരിക്കുന്ന എല്ലാ ടൂറിസ്റ്റും ഇവിടെ കൂടി നിൽപ്പുണ്ട്. കാരണം ഡെയിലി അത് ആ ഒരൊറ്റ തവണ മാത്രമേ ഉള്ളൂ. ഇത് ശരിക്കും പണ്ട് കാലത്ത് ഈ നാവിഗേഷനൊക്കെ വേണ്ടിയിട്ട് അവർക്ക് ടൈം കീപ്പ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരുന്നതാണ്. പക്ഷെ ഇപ്പം ഇത് ശരിക്കും ഇവിടെ ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്നുള്ള രീതിയിൽ അവരിപ്പോഴും അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ഇത് കാസലിൻ്റെ ഒരു സൈഡിലുള്ള ഗാർഡൻ ഏരിയ ആണ്. ചെറിയൊരു പോർഷൻ മറ്റേ സൈഡിലോട്ടൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. നമുക്ക് ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് കാസലിൻ്റെ അകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം. നമ്മളകത്തേക്ക് കയറുമ്പോൾ നമ്മളുടെ കൂടെ എപ്പോഴും ഒരു സെക്യൂരിറ്റി ഗാർഡ് എല്ലാ സ്പോട്സിലും ഉണ്ടാകും. അപ്പം നമുക്കിങ്ങനെ ക്യാമറ എടുത്ത് എല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പുറത്ത് നടന്നെല്ലാം കാണാം. അത് കാരണം അകത്തൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇത് നേരത്തെ പറഞ്ഞ വ്യൂ പോയിന്റുകളിൽ ഒന്നാട്ടോ. ഇത് വേറൊരു സൈഡിൽ നിന്നാണ്. ഈ എഡിൻബർഗ് സിറ്റി മൊത്തം കാണാൻ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ. ഈ കാസിലോട്ട് ചെന്ന് കയറുമ്പോൾ അകത്തൊരു ചാപ്പലുണ്ട്, സെൻറ്റ് മാർഗ്രറ്റ്സ് ചാപ്പൽ. അതായത് സ്കോട്ട്ലാൻഡിലെ ഏറ്റവും പഴക്കം ചെന്നൊരു പുണ്യ സ്ഥലമാണ്. എന്നുവെച്ചാൽ 12-ാം നൂറ്റാണ്ടിൽ സെൻറ്റ് മാർഗ്രറ്റ്സിൻ്റെ മകൻ, അതായത് ഡേവിഡ് ഒന്നാമൻ രാജാവ് തൻ്റെ മാതാവിൻ്റെ സ്മരണാർത്ഥം നിർമ്മിച്ചതാണ്. പക്ഷെ അവിടെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇതാ പുറത്തോട്ട് ഇറങ്ങുന്ന എക്സിറ്റ് ആകുമ്പോൾ കുറച്ച് സ്ഥലങ്ങൾ കാണാം. കാരണം ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി. രാത്രിയായി അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും എല്ലാം കണ്ടു കഴിഞ്ഞ്. രാത്രി മീൻസ് ഒരു 5:30 നേരത്തെ ഇരുട്ടായി തുടങ്ങി. ഇതാ കാണുന്നത് കാസിലിൻ്റെ പുറമേ നിന്നാണ്. രാത്രി കാണാൻ നല്ല ഭംഗിയാട്ടോ. ഈ ലൈറ്റൊക്കെ ഇട്ടിട്ട് അത്യാവശ്യം നൈറ്റ് ലൈഫ് ഉള്ളൊരു സിറ്റിയാണ് സ്കോട്ട്ലാൻഡ്. ഒത്തിരി ആൾക്കാരുണ്ട് അവിടെയൊക്കെ.
ഇവിടെ എല്ലായിടത്തും അത്യാവശ്യം ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ കണ്ട് ഞങ്ങൾ നടക്കുമ്പോഴേക്കും ചെറിയ ചാറ്റൽ മഴ തുടങ്ങി. അതുകൊണ്ട് അധികം നേരം നിന്നില്ല, ഞങ്ങൾ വേഗം ഹോട്ടലിലേക്ക് പോയി. സോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.